പേജ് നമ്പർ 108 ക്വാഡ്രിലാറ്ററൽ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ക്വാഡ്രിലാറ്ററൽ പറഞ്ഞു? പാരലലോഗ്രാം, റെക്ടാംഗിൾ, റോംബസ്, സ്ക്വയർ, ട്രപ്പീസിയം, ഐസോസെലസ് ട്രപ്പീസിയം, കൈറ്റ്. ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ? ഇത് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടോ ഇതില്? ഉണ്ടോ? ഏതാ? കൈറ്റോ? കൈറ്റ് എന്താന്ന് വെച്ചാല് അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽ ആണ് കൈറ്റ്. അടുത്തടുത്ത് വരുന്ന സൈഡ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരിക. ഇത്ര വരെ നമ്മൾ പറഞ്ഞതില് സ്ക്വയർ ആവട്ടെ, പാരലലോഗ്രാം ആവട്ടെ, റെക്ടാംഗിൾ ആവട്ടെ, റോംബസ് ആവട്ടെ, അതിലൊക്കെ ഒന്നുകിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരുന്നു പറഞ്ഞിരിക്കുന്നത്. ട്രപ്പീസിയത്തിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ, ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൈറ്റില് ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, പാരലൽ ആയിരിക്കില്ല, ഈക്വലും ആയിരിക്കില്ല. അഡ്ജസന്റ് സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്. അഡ്ജസന്റ് സൈഡ്സ് ആയിരിക്കും. അഡ്ജസന്റ് സൈഡ്സ് എന്ന് വെച്ചാല് അടുത്തടുത്ത് വരുന്ന സൈഡ്, അടുത്തടുത്ത് വരുന്ന സൈഡ്സ് ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്. അടുത്തടുത്ത് എന്ന് പറയുമ്പോ അടുത്തടുത്ത് ഇപ്പോ കാണിച്ചു തരാം. ഇതിന്റെ അടുത്ത് വരുന്ന സൈഡാണ് ഇത്, അല്ലേ? അല്ലേ? എന്നാൽ ഇത് രണ്ടും ഈക്വൽ അല്ല. അടുത്തടുത്ത് വരുന്ന ഒരു പെയർ ഓഫ് സൈഡ്, വൺ പെയർ ഓഫ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഓക്കെ, ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഏതൊക്കെ സൈഡ്? ഇതും ഇതും ഈക്വൽ ആണ്, ഇതും ഇതും ഈക്വൽ ആണ്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതൊക്കെയാ ഇതില്? ഇതും ഇതുമാണ് ഓപ്പോസിറ്റ് സൈഡ്സ്, അല്ലേ? അത് രണ്ടും തമ്മില് മെഷർമെന്റിൽ ഒരു ബന്ധവും ഇല്ല, പാരലൽ അല്ല, ഈക്വലും അല്ല. എന്നാൽ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നത്, അതായത് എല്ലാ അഡ്ജസന്റ് സൈഡ്സും അല്ല, ഈ രണ്ട് അഡ്ജസന്റ് സൈഡ്സും ഈ രണ്ട് അഡ്ജസന്റ് സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററലിനാണ് നമ്മൾ കൈറ്റ് എന്ന് പറയുന്നത്. പട്ടത്തിന്റെ രൂപത്തിൽ ഇതുപോലെ പട്ടം ഉണ്ടാവുക. ഇവിടെ ഇങ്ങോട്ടൊരു ലൈൻ വെച്ചിട്ടുണ്ടാവും, ഇങ്ങോട്ടൊരു ഇതും വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇവിടെ ഒരു നൂലും കെട്ടിയിട്ടാണ് നമ്മൾ പട്ടം പറത്തുന്നത്. പട്ടത്തിന്റെ കൈറ്റിന്റെ ഷേപ്പിലുള്ള, കൈറ്റിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽ ആണ് കൈറ്റ്. അതിൽ അത്രേ പറയാനുള്ളൂ, അതിൽ ഡയഗണൽസും അതൊന്നും പറയാനില്ല. അപ്പോ നമുക്ക് ടോട്ടൽ ക്വാഡ്രിലാറ്ററലിനെ അവിടെ ഒരു ചെറിയൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കൈറ്റിന്റെ തൊട്ട് താഴെ, കൈറ്റിന്റെ തൊട്ട് താഴെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ടോട്ടൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പാരലലോഗ്രാം, ട്രപ്പീസിയം, കൈറ്റ്. പാരലലോഗ്രാം, ട്രപ്പീസിയം, കൈറ്റ്. അതിൽ പാരലലോഗ്രാമിനെ തന്നെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, റെക്ടാംഗിളും റോംബസും. റെക്ടാംഗിളും റോംബസും അതിന്റെ പ്രത്യേകത നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റെക്ടാംഗിളും റോംബസും, ആ റെക്ടാംഗിളിൽ നിന്നും റോംബസിൽ നിന്നും നമുക്ക് സ്ക്വയർ കിട്ടും, അതേപോലെ തന്നെ പാരലലോഗ്രാമിൽ നിന്നും സ്ക്വയർ കിട്ടും. അപ്പൊ പാരലലോഗ്രാമിനെ നമുക്ക് അഗൈൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, റെക്ടാംഗിൾ, റോംബസ്, സ്ക്വയർ. ഈ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് റെക്ടാംഗിളിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം, റോംബസിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണ് അവിടെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്.
ട്രപ്പീസിയം വേറെ തന്നെ, അതിന് വേറെ ഫർദർ ക്ലാസിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. കൈറ്റും വേറെ തന്നെയാണ്, അതിനും വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. എന്നാൽ പാരലലോഗ്രാമിനെ നമ്മൾ അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് റെക്ടാങ്കിൾ, റോംബസ്, സ്ക്വയർ. ഈ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് പാരലലോഗ്രാമിൽ നിന്ന് മാത്രമല്ല റെക്ടാങ്കിളിൽ നിന്നും ഉണ്ടാക്കാം, റോംബസിൽ നിന്നും ഉണ്ടാക്കാം. ഓക്കെ, ആ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലായോ? മനസ്സിലായോ? ആ ചാർട്ട് മനസ്സിലായില്ലേ? ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇല്ലല്ലോ. അടുത്തത് പോളിഗൺ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആദ്യം ട്രയാങ്കിൾ പറഞ്ഞു, പിന്നെ ക്വാഡ്രിലാറ്ററൽ പറഞ്ഞു, ലാസ്റ്റ് പോളിഗൺ. എന്താ പോളിഗൺ? എന്താ പോളിഗൺ? എന്താ പോളിഗൺ? കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച പോളിഗൺ ആയോ? എന്താ പോളിഗൺ? പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 112, 112. പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. We know that a polygon is a simple closed curve made up entirely of line segment. Line segment കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ് പോളിഗൺ. ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ക്ലോസ്ഡ് കർവ് ആണ് പോളിഗൺ. അതിന് ഒരു പോളിഗൺ ഉണ്ടാക്കണമെങ്കിൽ മിനിമം എത്ര ലൈൻ സെഗ്മെന്റ്സ് വേണ്ടി വരും? ഒരു ലൈൻ സെഗ്മെന്റ് കൊണ്ട് നമുക്ക് പോളിഗൺ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. രണ്ട് ലൈൻ സെഗ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോളിഗൺ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, അത് ക്ലോസ്ഡ് കർവ് ആവില്ല. മിനിമം 3 ലൈൻ സെഗ്മെന്റ്സ് എങ്കിലും വേണം ഒരു പോളിഗൺ ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, അപ്പോ മിനിമം 3 ലൈൻ സെഗ്മെന്റ്സ് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലോസ്ഡ് കർവ് ആണ് പോളിഗൺ. മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം. എത്ര ലൈൻ സെഗ്മെന്റ്സ് വേണമെങ്കിലും നമുക്ക് പോളിഗൺ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതില് 2 ടൈപ്പ് പോളിഗൺ ഉണ്ട്, റെഗുലർ പോളിഗൺ, ഇറഗുലർ പോളിഗൺ. ആ പോളിഗൺ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. A polygon is a simple closed curve made up entirely of line segments. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, പോളിഗണിനെ ബ്രോഡ്ലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റെഗുലർ പോളിഗണും ഇറഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ മീൻസ് all the sides and angles are equal is called a regular polygon. എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്ന പോളിഗൺ ആണ് റെഗുലർ പോളിഗൺ. ഓക്കെ, നമ്മൾ ഏതൊക്കെയോ റെഗുലർ പോളിഗൺ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ നമ്മൾ ഇത്രയും പഠിച്ചതൊന്ന് ട്രയാങ്കിളും ക്വാഡ്രിലാറ്ററലും. അതിൽ പഠിച്ചിട്ടുള്ള റെഗുലർ പോളിഗൺ ഏതാ? ഏതൊക്കെ? ട്രയാങ്കിളിൽ വരുന്ന റെഗുലർ പോളിഗൺ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലെ? അതുപോലെ ക്വാഡ്രിലാറ്ററലിൽ വരുന്ന സ്ക്വയർ, റോംബസ് വരില്ല, സ്ക്വയർ. എന്തുകൊണ്ടാണ് റോംബസ് വരാത്തെ? റെഗുലർ പോളിഗൺ ആവണമെങ്കിൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. റോംബസിന്റെ ആംഗിൾസ് എല്ലാം ഈക്വൽ അല്ല, സൈഡ്സ് മാത്രമേ ഈക്വൽ ആയിട്ടുള്ളൂ.
ഇക്വിലാറ്ററൽ ട്രയാങ്കിളില് എല്ലാ ആംഗിൾസും നോർമലി അതിന് ഈക്വൽ ആയിട്ട് തന്നെ വരും. എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് തന്നെ വരും. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ മെഷർമെന്റ് ഷുഡ് ബി ഓൾവേസ് 60 ഡിഗ്രി. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ മെഷർമെന്റ് എപ്പോഴും 60 ഡിഗ്രി ആയിരിക്കും. അതിൽ വ്യത്യാസമൊന്നും വരില്ല. എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു റെഗുലർ പോളിഗൺ ആണ്. ഓക്കെ. അതുപോലെ സ്ക്വയറും ഒരു റെഗുലർ പോളിഗൺ ആണ്. സ്ക്വയറിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾസും ആണ്, 90 ഡിഗ്രിയും ആയിരിക്കും. അതുകൊണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളും സ്ക്വയറും റെഗുലർ പോളിഗൺ ആയിരിക്കും. ഓക്കെ. ഇനി ഇറഗുലർ പോളിഗൺ എന്താ? റെഗുലർ പോളിഗൺ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഇറഗുലർ പോളിഗൺ എന്തായിരിക്കും? സൈഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഏതൊക്കെ ഇറഗുലർ പോളിഗൺ? ട്രയാങ്കിളിന്റെ ഇറഗുലർ പോളിഗൺസ് ഏതൊക്കെയായിരിക്കും ഇറഗുലർ ആയിട്ട് വരുന്നത്? സ്കലൈൻ ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിളും. സ്കലൈനിലും ഐസോസിലസ് ട്രയാങ്കിൾസിലും എപ്പോഴും ആംഗിൾ മെഷർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ. ഇനി ക്വാഡ്രിലാറ്ററലിൽ വരുന്ന ഇറഗുലർ പോളിഗൺസ് ഏതൊക്കെയായിരിക്കും? ക്വാഡ്രിലാറ്ററലിൽ നമ്മൾ പഠിച്ച സ്ക്വയർ ഒഴികെയുള്ള ബാക്കി എല്ലാം ഇറഗുലർ പോളിഗൺസ് ആണ്. പാരലലോഗ്രാം, റെക്ടാങ്കിൾ, റോംബസ്, ട്രപ്പീസിയം, കൈറ്റ്. റെഗുലർ പോളിഗൺ ആവണമെങ്കിൽ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആവണം. രണ്ടും ഈക്വൽ ആയിട്ട് വന്നാൽ മാത്രമേ റെഗുലർ പോളിഗൺ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പാരലലോഗ്രാമിലും റെക്ടാങ്കിളിലും റോംബസിലും ട്രപ്പീസിയത്തിലും കൈറ്റിലും ഒന്നുകിൽ ആംഗിൾസ് മാത്രമായിരിക്കും ഈക്വൽ, അല്ലെങ്കിൽ സൈഡ്സ് മാത്രമായിരിക്കും ഈക്വൽ. പാരലലോഗ്രാമില് സൈഡ്സ് ഈക്വൽ ആവണമെന്നില്ല, ആംഗിൾസ് ഈക്വൽ ആവണമെന്നില്ല. റെക്ടാങ്കിളിൽ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്, ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ് വരുന്നത്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമേ ഈക്വൽ ആയിട്ട് വരുന്നുള്ളൂ. റോംബസിൽ എന്തായാലും ആംഗിൾസ് ഈക്വൽ അല്ല. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. റോംബസിൽ എന്തായാലും സൈഡ്സ് ഈക്വൽ അല്ല, സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾസ് എന്തായാലും ഈക്വൽ അല്ല. അതുപോലെ ട്രപ്പീസിയത്തില് സൈഡ്സും ഈക്വൽ അല്ല, ആംഗിൾസും ഈക്വൽ അല്ല. കൈറ്റില് അഡ്ജസന്റ് സൈഡ്സ് മാത്രമേ ഈക്വൽ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് 3 സൈഡഡ് പോളിഗണും 4 സൈഡഡ് പോളിഗണും, ട്രയാങ്കിൾസും ക്വാഡ്രിലാറ്ററൽസും. അടുത്ത പോളിഗൺ 5 സൈഡഡ് പോളിഗൺ. പേജ് നമ്പർ 112 ചാർട്ടാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ട്രയാങ്കിൾ പറഞ്ഞു, ക്വാഡ്രിലാറ്ററലും പറഞ്ഞു. നെക്സ്റ്റ് 5 സൈഡഡ് പോളിഗൺ. എന്താ 5 സൈഡഡ് പോളിഗണിന്റെ പേര്? 5 സൈഡഡ് പോളിഗണിന്റെ പേരെന്താ? പെന്റഗൺസ്. 5 സൈഡഡ് പോളിഗൺ എന്ന് പറയുമ്പോൾ റെഗുലറും വരും ഇറഗുലറും വരും. റെഗുലറില് ആ ഡയഗ്രാം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇറഗുലർ ആവുമ്പോൾ ആംഗിൾസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും, പിന്നെ സൈഡ്സും ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് 5 സൈഡഡ് പോളിഗൺസ്, പെന്റഗൺസ്. ഇനി നെക്സ്റ്റ് പേജ് 6 സൈഡഡ് പോളിഗൺ. എന്താ 6 സൈഡഡ് പോളിഗൺ? 6 സൈഡഡ് പോളിഗണിന്റെ പേരെന്താ? ഹെക്സഗൺ. 6 സൈഡഡ് പോളിഗണിന്റെ പേര് ഹെക്സഗൺ. ഹെക്സഗണും ഇതേപോലെ എന്തൊക്കെയുണ്ട്? റെഗുലറും ഉണ്ട് ഇറഗുലറും ഉണ്ട്. റെഗുലർ ആണെങ്കിൽ അതിന്റെ സൈഡ് എല്ലാം ഈക്വൽ ആയിരിക്കും, ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. ഇറഗുലർ ആവുമ്പോൾ സൈഡ്സ് ഡിഫറെന്റ് ആയിരിക്കും, ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കും.
Okay, then 7-sided polygon. 7 സൈഡുള്ള പോളിഗൺ. 7 സൈഡുള്ള പോളിഗൺ എന്താ പറയുന്നത്? Heptagon. ഹെപ്റ്റഗൺ. HEPTGONS. ഹെപ്റ്റഗൺ. Heptagon. ഹെപ്റ്റഗൺ. അതും റെഗുലറും ഇറഗുലറും ഉണ്ട്. റെഗുലർ ആവുമ്പോൾ സൈഡ് എല്ലാം ഈക്വൽ ആയിരിക്കും, ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് 8-sided polygon. അതിന്റെ പേരെന്താ? Octagon. ഒക്ടഗൺ. OCTAGONS. ഒക്ടഗൺ. ഒക്ടഗണും റെഗുലറും ഉണ്ട്, ഇറഗുലറും ഉണ്ട്. റെഗുലർ ആണെങ്കിൽ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും, ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. ഇറഗുലർ ആകുമ്പോൾ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. സൈഡ്സും ഡിഫറെന്റ് ആയിരിക്കും, ആംഗിൾസും ഡിഫറെന്റ് ആയിരിക്കും. Then next 9-sided polygon. Nonagons. 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 അതിലും റെഗുലറും ഉണ്ട്, ഇറഗുലറും ഉണ്ട്. റെഗുലർ ആണെങ്കിൽ സൈഡ് എല്ലാം ഈക്വൽ ആയിരിക്കും, ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. ഇറഗുലർ ആകുമ്പോൾ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ 10-sided polygon. 10-sided polygon എന്ന് പറയുമ്പോൾ 10 സൈഡ് ഉണ്ടാവും. അതിന് 10 സൈഡില് അതിനെന്താ പറയുന്നത്? 10-sided polygon എന്താ പറയുന്നത്? Decagon. ഡെക്കാഗൺ. Decagon. ഡെക്കാഗൺ. എന്തോ? Decagon. ഡെക്കാഗൺ. DECAGONS. ഡെക്കാഗൺ. നെക്സ്റ്റ്. അപ്പൊ ഇത് കുഴപ്പമില്ലല്ലോ. എക്സൈസ് 5H ഒന്നെടുത്തേ. എടുത്തു സർ. എക്സൈസ് 5H പേജ് നമ്പർ 114. അതിലെ ഫസ്റ്റത്തെ ഒന്ന് ആൻസർ ചെയ്തേ. For each polygon, write the number of sides and name it. State whether it is a regular polygon or an irregular polygon. ആ സൈഡ്സിന്റെ നടുവിലായിട്ട് ഒരു ചെറിയ ലൈൻ കൊടുത്തിരിക്കുന്നത് ഈക്വൽ ആണെന്ന് കാണിക്കാനാട്ടോ. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ 3 ലൈൻസിന്റെ നടുവിൽ ഒരു ചെറിയ ചെറിയ ലൈൻ കണ്ടോ? അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട്, സെയിം ലെങ്ത് ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അത് ഓരോന്നും എന്താന്നും ഇങ്ങനെ എഴുതിയാൽ മതി. ഫസ്റ്റ് വൺ ട്രയാങ്കിൾ ആണല്ലേ. ട്രയാങ്കിളിന്റെ 3 സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് എഴുതിയാൽ മതി? റെഗുലർ ട്രയാങ്കിൾ. റെഗുലർ ട്രയാങ്കിളിന് എഴുതാം. രണ്ടാമത്തത് പെന്റഗൺ ആണ്. 5-sided polygon ആണ്, പെന്റഗൺ ആണ്. എല്ലാ സൈഡും ഈക്വൽ അല്ല, ഇറഗുലർ പെന്റഗൺ. അങ്ങനെ ഒന്ന് ആ എല്ലാത്തിന്റെ പേരൊന്ന് എഴുതി വെച്ചേ. ആൻസർ ആരാ പറയുന്നേ? ഓക്കെ, ജസ്റ്റിസ് പറഞ്ഞോ. ആദ്യത്തേത് റെഗുലർ ട്രയാങ്കിൾ, രണ്ടാമത്തേത് ഇറഗുലർ പെന്റഗൺ, മൂന്നാമത്തെ ഇറഗുലർ സ്ക്വയർ, ഇറഗുലർ ക്വാഡ്രിലാറ്ററൽ, നാലാമത്തേത് ഇറഗുലർ ഹെക്സഗൺ, ഇറഗുലർ ഹെക്സഗൺ, അഞ്ചാമത്തേത് റെഗുലർ ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ, ആറാമത്തേത് റെഗുലർ സ്ക്വയർ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ, ഏഴാമത്തത് ഇറഗുലർ ട്രയാങ്കിൾ, ഇറഗുലർ ട്രയാങ്കിൾ, എട്ടാമത്തത് ഇറഗുലർ ഹെപ്റ്റഗൺ, ഇറഗുലർ ഹെപ്റ്റഗൺ, ഒമ്പതാമത്തത് റെഗുലർ പെന്റഗൺ, റെഗുലർ പെന്റഗൺ. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് എല്ലാരും എഴുതിയേ. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല അല്ലേ? ഇപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഒരു പ്ലെയിനിൽ വരുന്ന 2 ഡയമെൻഷണൽ ഡയഗ്രത്തിനെ പറ്റിയാണ്.
പ്ലെയിൻ എന്താന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. പ്ലെയിനിൽ വരുന്ന 2 ഡയമെൻഷണൽ 2 ഡയമെൻഷനിലേക്ക് മാത്രം, അതായത് ഒരു പരപ്പിൽ വരുന്ന ഡയഗ്രത്തെ പറ്റി മാത്രമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 ഡയമെൻഷണൽ ഷേപ്പ്. 3 ഡയമെൻഷണൽ ഷേപ്പ് 3D എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ 3D ഫിലിം കാണാൻ പോയിട്ടുണ്ട് ഇതുവരെ? എന്തോ എഡ്ജസ് ഒക്കെ വൃത്തിക്ക് കാണാം. എഡ്ജസ് ഒക്കെ വൃത്തിക്ക് കാണാനോ? അങ്ങനെയല്ല, നമ്മളെ അടുത്തോട്ട് വരുന്നതൊക്കെ തോന്നും. അടുത്തോട്ട് വരുന്നതൊക്കെ തോന്നും. അതായത് നമ്മൾ 3D ഫിലിം കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരൊരു കണ്ണട തരും അല്ലേ? പോയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ തിയേറ്ററിൽ പോയി ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കണ്ണട തരും അവര്. ജോയില് കണ്ടിട്ടുണ്ടോ? അഞ്ചു കേട്ടോ, ഏത് ഫിലിം? ഫിലിം അല്ല, കുറച്ച് കാർട്ടൂൺ സ്കൂളിൽ നിന്ന് കാണിച്ചതാ. ഓക്കെ ഓക്കെ. അപ്പോ ഈ 3D കണ്ണടയ്ക്ക് ഒരു സൈഡ് റെഡ് കളറും ഒരു സൈഡ് ഗ്രീൻ കളറും ആയിരിക്കും അല്ലേ? മിസ് ബ്ലൂ കളർ അല്ലേ മിസ്സേ? ബ്ലൂ ആണോ? ബ്ലൂവും റെഡും, ഒരു സൈഡ് നല്ല റെഡ് ആയിരിക്കും. ഓക്കെ, ബ്ലൂവും റെഡും. അപ്പൊ നമ്മൾ ഈ 3D കണ്ണട വെച്ചിട്ട് 3D ഫിലിം കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നും. അതായത് ഇപ്പൊ ഒരു കല്ലൊക്കെ എറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് മാറിക്കളയും, നമ്മുടെ മേത്തോട്ട് വരുന്ന പോലെ തോന്നിയിട്ട് അല്ലേ? ഇപ്പൊ ഒരു കാറൊക്കെ നമ്മുടെ നേരെ വരുന്നുണ്ടെങ്കിൽ, നമുക്ക് സാധാരണ ഫിലിം കാണുന്നുണ്ടെങ്കിൽ കാർ സ്ക്രീനിൽ വരുന്നു. എന്നാൽ 3D ഫിലിം ആണെങ്കിൽ അത് നമ്മുടെ അടുത്തോട്ട് വരുന്ന പോലെ തോന്നിട്ട് നമ്മൾ അങ്ങ് മാറിക്കളയും. അതായത് സാധാരണ നമ്മൾ ഒരു പ്ലെയിനിലാണ് ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഫിലിം കാണുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീനിലാണ് നമ്മൾ കാണുന്നത്. അതാണ് 2 ഡയമെൻഷണൽ. 2 ഡയമെൻഷനിൽ അതിൽ നീളവും വീതിയും, ആ പ്ലെയിനിൽ ആ സ്ക്രീനിന് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ക്രീനിലാണ് നമ്മൾ ആ ഫിലിം കാണുന്നത്. എന്നാൽ 3D ഫിലിം ആണെങ്കിൽ അത് ആ സ്ക്രീനിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് പോലെ, എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് പോലെ തോന്നും. ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും, വരുന്നില്ല എന്നാൽ ആ ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അപ്പോ ആ ഒരു സ്ക്രീനിന്റെ നീളവും വീതിയും ആ ഒരു പ്ലെയിനിൽ നിന്ന് പുറത്തോട്ടൊരു എക്സ്റ്റൻഷൻ, അങ്ങനെയാണ് നമുക്ക് 3D ഫീൽ ചെയ്യുന്നത്. അതാണ് 3 ഡയമെൻഷണൽ, 3 ഡയമെൻഷനിൽ വരുന്നത്. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും വരും. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്ത്തും വിഡ്ത്തും മാത്രമേ വരുള്ളൂ. ഇപ്പൊ ഒരു സ്ക്വയറിന് നമ്മൾ ലെങ്ത്തും വിഡ്ത്തും മാത്രമല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അതിന്റെ വിസ്തീർണ്ണ ഏരിയ കാണണമെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും മാത്രമേ അതിനുള്ളൂ അല്ലെ, നീളവും വീതിയും. ഇനി അതിന്റെ കൂടെ ഹൈറ്റ് കൂടി ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ വരച്ചിട്ട് ആ സ്ക്വയർ നമ്മൾ ആ വരച്ചെടുത്ത് നിന്ന് പിടിച്ച് പൊന്തിക്കുന്നു, വലിച്ചു പൊന്തിക്കുന്നു. അപ്പൊ അതിനൊരു ഹൈറ്റും കൂടി കിട്ടും. നീളവും ഉണ്ടാവും, വീതിയും ഉണ്ടാവും, ഒരു ഹൈറ്റും കൂടി വരും. 3 ഡയമെൻഷനായി. ഇതിനെയാണ് നമ്മൾ 3 ഡയമെൻഷണൽ ഷേപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നീളവും ഉണ്ടാവും, വീതിയും ഉണ്ടാവും, ഹൈറ്റും ഉണ്ടാവും. ഇപ്പം 3 ഡയമെൻഷണൽ ഷേപ്പ്, നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു മരക്കട്ട എടുത്തു, ഒരു ചെറിയൊരു മരക്കട്ട, ആ മരക്കട്ട നമ്മളൊരു പേപ്പറിന്റെ മേലെ വെച്ചാൽ അത് ആ പ്ലെയിനിൽ നിന്ന് പൊന്തി നിൽക്കും അല്ലേ? എന്നാൽ ഒരു ബാങ്കിൾ, ഒരു വളയെടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു പേപ്പറിന്റെ മേലെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിൾ ആ പേപ്പറിന്റെ മേലെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ, മേലേക്ക് പൊന്തി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഒരു പ്ലെയിനിൽ വരുന്ന ഫിഗേഴ്സ് ആണ് 2 ഡയമെൻഷണൽ ഫിഗർ. ആ പ്ലെയിനിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ, പുറത്തോട്ട് വരുന്ന ഒരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 3 ഡയമെൻഷണൽ ഷേപ്പ് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഇന്ന് അത് തുടങ്ങിയാൽ തീരാൻ ചാൻസ് കുറവാണ്, നമുക്ക് ടൈം തീരാറായി. അപ്പൊ നിങ്ങൾ ആ എക്സസൈസ് 5H ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം.
ടെക്സ്റ്റ് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. 3D ഷേപ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.